അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, നമുക്കറിയാം ചരിത്രത്തിൽ പ്രസിദ്ധനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു മൈമൂൻ ബിനു മിഹ്റാൻ. ഒരിക്കൽ കഅബ തവാഫ് ചെയ്യുന്ന അവസരത്തിൽ മൈമൂൻ ബിൻ മിഹ്റാൻ ഹസൻ ബസ്രി റഹിമഹുല്ലയെ കണ്ടുമുട്ടുകയാണ്. ഹസൻ ബസ്രി റഹിമഹുല്ല ഒരു താബിഈ പണ്ഡിതനാണ്. അപ്പോൾ ഇദ്ദേഹം ഹസൻ ബസ്രി റഹിമഹുല്ലയെ കണ്ടുമുട്ടുകയും തന്നെ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. ആ പരിചയപ്പെടുത്തിയതിന് ശേഷം തനിക്ക് ജീവിതത്തിലേക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഉപദേശം നൽകണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. പലപ്പോഴും പല പൂർവ്വസൂരികളായ സലഫുകളായ വ്യക്തികളും പണ്ഡിതന്മാരെ ഉലമാക്കളെ കണ്ടുമുട്ടുമ്പോൾ തങ്ങൾക്ക് ആവശ്യമായ ഒരു ഉപദേശം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതേപോലെ ഇദ്ദേഹത്തിന് അപ്പോൾ നൽകപ്പെട്ട ഉപദേശം സൂറത്ത് ശുഅറയിലെ 205, 206 ആയത്തുകളായിരുന്നു. അതായത് ഇൻ മത്തഅനാഹും സിനീൻ അഫറഅയ്ത ഇൻ മത്തഅനാഹു സിനീൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നാം ആയുസ് വർദ്ധിപ്പിച്ച് നൽകുകയും അവന് ഭൗതികമായ വിഭവങ്ങൾ നൽകുകയും അതിനുശേഷം അവൻ എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടത് അത് അവന് വന്നു ഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് ഖുർആൻ്റെ ചോദ്യം. അപ്പോൾ ഈ ഒരു ആയത്ത് കേൾക്കുകയും അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് വളരെയേറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ മകനായ അമ്രിനെയും കൂട്ടി ഹസൻ ബസ്രി റഹിമഹുല്ലയെ കാണുവാൻ വേണ്ടി ഡമസ്കസിൽ നിന്നും ബാഗ്ദാദിലേക്ക് പുറപ്പെടുകയാണ്. ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം വീണ്ടും ഈ ഒരു ആയത്ത് തന്നെ അദ്ദേഹത്തിന് ഓതിക്കൊടുക്കുകയാണ്. ഈ ഒരു ആയത്ത് തന്നെ ഓതിക്കൊടുത്തപ്പോൾ ഈ വ്യക്തി അവിടെ ബോധം കെട്ട് വീഴുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോൾ അവിടെ നിന്ന് വീണ്ടും വീട്ടിലേക്ക് പുറപ്പെടുന്ന ആ ഒരു സമയം മുഴുവൻ ഈ ഒരു ആയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ആയത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒട്ടേറെ തവണ ഈ ഒരു ആയത്ത് നമ്മൾ കേട്ടതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടും ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മുടെ മനസ്സിൻ്റെ അഗാധതയിൽ ഇത് വേണ്ടത്ര സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ഇവിടെ അലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിൻ്റെ മദാരിജു സാലിക്കീൻ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു വിഷയം, ഹൃദയത്തിൽ ഖുശൂ ഇല്ല എങ്കിൽ ആ ഹൃദയം അത് പിശാചിൻ്റെ താവളമായി തീരും. ആ ഖുശൂ അവിടെ നിറയുമ്പോഴാണ് അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് ശമനവും സുരക്ഷിതത്വവുമായി മാറുന്നത്. ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ല തന്നെ അദ്ദേഹത്തിൻ്റെ ജവാബുൽ കാഫിയിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും, കാലം എന്നത് ഒരു മേഘത്തെ പോലെയാണ്. അത് അലഞ്ഞു നടക്കുകയാണ്, അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനെ യഥാർത്ഥ രൂപത്തിൽ പിടിച്ചു കെട്ടി ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഇമാം ഗസ്സാലി റഹിമഹുല്ലയും ഇതേ വിഷയത്തിൽ ഈ രൂപത്തിൽ സംസാരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, കാലം എന്നത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമയം എന്നത് അയാളുടെ ആയുഷ്കാലമാണ്. അത് അയാളുടെ മൂലധനമാണ്. ആ സമയത്തെ മൂലധനമാക്കി വെച്ചുകൊണ്ട് പരലോകത്തേക്കുള്ള യാത്രയിൽ ലാഭം കൊയ്യുക എന്നതാണ് ബുദ്ധിമാനായ ഒരു വിശ്വാസി നിർവഹിക്കുന്ന ദൗത്യമെന്നാണ്. അപ്പോൾ ഇത്രയും നമ്മൾ മഹാന്മാരായ സലഫുകളുടെ ജീവിതത്തിൽ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.